എഴുതിയ ലേഖനം 4-ാം അധ്യായം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതു നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏതു സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ. നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം.
ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിനു പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. ഹല്ലേലൂയ. 4-ാം അധ്യായവും 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ ഭാഗം മുഴുവനും നമ്മളിപ്പോൾ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി, നമ്മൾ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ജീവിക്കേണ്ടത്, ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ആരാകുന്നു എന്നതിനും നമ്മൾ എവിടെയാകുന്നു എന്നതിനും ഇതിൽ പ്രാധാന്യതയുണ്ട്. നമ്മൾ ആരാകുന്നു എന്നത് നമ്മൾ മറന്നുപോയാൽ, നമ്മൾ എവിടെയാകുന്നു എന്നത് നമ്മൾ മറന്നുപോയാൽ, പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ബാധകമല്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇതൊന്നും അനുസരിക്കാനും പോകുന്നില്ല. ഇപ്പോൾ ഒരാളോട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറയണം, അത് ചെയ്താൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ലാഭത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ആരാകുന്നു അതുകൊണ്ട് ഇത് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നു. ഈ കാര്യങ്ങളൊന്നും പറയാതെ ആ വ്യക്തിയോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. ഏതായിരിക്കും ആ വ്യക്തി അനുസരിക്കാൻ സാധ്യതയുള്ളത്? തീർച്ചയായിട്ടും ആ വ്യക്തി ആരാകുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ ആളോട് പറയുന്നതെങ്കിൽ, അതുകൊണ്ട് ആ വ്യക്തിക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ചെയ്യാതിരുന്നാൽ ഹാനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യം അത് കൂടുതൽ ഗൗരവത്തോടെ ആ വ്യക്തി എടുക്കുകയും അത് ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു പാറ്റേൺ ഈ ലെറ്ററിൽ ഫോളോ ചെയ്യാണ്. നിങ്ങൾ ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു 3-4 അനാലജി പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ അനാലജി എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ അനാലജിയാണ്. ആ കുടുംബത്തിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണം. കുടുംബത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിലായതുകൊണ്ട്, ദൈവത്തിൻ്റെ ഭവനക്കാരായതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണം. ഇനി അടുത്തത് പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു അനാലജിയാണ് ദൈവരാജ്യത്തിൻ്റെ അനാലജി. നിങ്ങൾ ദൈവരാജ്യത്തിൽ പൗരന്മാരാണ്, ദൈവം രാജാവാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൊച്ചു കൊച്ചു രാജാക്കന്മാരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശികളാണ് ആ രാജ്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരും അതിലെ അവകാശികളും ഒക്കെ ആയതുകൊണ്ട്, നിങ്ങൾ ദൈവരാജ്യത്തിലായതുകൊണ്ട് എങ്ങനെയായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത്. ഇനി അടുത്ത ഒരു അനാലജി എന്ന് പറയുന്നത്
പൗലോസ് ഉപയോഗിക്കുന്നത് ദൈവാലയത്തിൻ്റെ അനാലജിയാണ്. അതാണ് ഈ ലെറ്ററിൽ മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉൽപ്പത്തി പുസ്തകവും യോഹന്നാൻ സുവിശേഷവും ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനവും വളരെ കണക്റ്റഡാണ്. ഇതിലെ തീംസ് എല്ലാം കണക്റ്റഡാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവത്തിൻ്റെ ആലയമായി അവതരിപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ യഹൂദന്മാർക്ക് എഴുതുമ്പോൾ യഹൂദന്മാരുടെ ആലയത്തിലുള്ള ദൈവസാന്നിധ്യവും കൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ എങ്ങനെ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ നടുക്കിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ള ദൈവത്തിൻ്റെ പ്രതിമയായി യേശു ക്രിസ്തുവിനെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നവനെ പ്രദർശിപ്പിക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായം. ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് ആ ദൈവാലയത്തിൻ്റെ, പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ആലയമാണ്. ആ ദൈവാലയത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രതിമകളാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, ദൈവത്തെ പ്രതിഫലിപ്പിക്കേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിത വർഗമാണ് നമ്മളെല്ലാവരും കൂടെ. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്ന ഈ ദൈവാലയത്തിലെ ജീവനുള്ള കല്ലുകളാണ്. അപ്പോൾ ഈ ദൈവാലയത്തിൽ നമുക്കിങ്ങനൊരു സ്ഥാനം ഉള്ളതുകൊണ്ട്, നമ്മൾ ഈ ദൈവാലയത്തിലെ പുരോഹിതന്മാരും പ്രതിമയും ഒക്കെ ആയതുകൊണ്ട്, ഈ ദൈവാലയത്തിലെ ജീവനുള്ള കല്ലുകളായതുകൊണ്ട്, ഈ ദൈവാലയത്തിൽ നാം ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറണം? ഇപ്പോൾ ദൈവാലയവും പിന്നെ വേശ്യാലയവും കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് രണ്ട് രീതിയാണ് അല്ലേ? ദൈവരാജ്യവും പിശാചിൻ്റെ രാജ്യവും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് രണ്ട് രീതിയാണ് അല്ലേ? എന്ന് പറയുന്നത് മാതിരി ദൈവത്തിൻ്റെ കുടുംബവും ഒരു പൈശാചികതയിലേക്ക് പോകുന്ന പൈശാചിക ശക്തികളാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് രണ്ട് രീതിയാണ് അല്ലേ? അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു അനാലജിയും കൂടെ കൊണ്ടുവരികയാണ്. അത് ശരീരത്തിൻ്റെ അനാലജിയാണ്. അത് ഈ ദൈവാലയം, ദൈവരാജ്യം, ദൈവത്തിൻ്റെ കുടുംബം, ഇതിനേക്കാളും കുറച്ചുകൂടെ ആളുകളുടെ ഇടയിൽ അടുപ്പവും പരസ്പര ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, കുറച്ചും കൂടെ ഇൻറ്റിമസി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനാലജിയാണ്. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും ഉണ്ട്. ഒരു രാജ്യത്തിൽ രാജാവും പ്രജയുണ്ട്. ഒരു ആലയത്തിൽ മൂലക്കല്ലുമുണ്ട്, വേറൊരു കല്ലുമുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കല്ലും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പം മൂലക്കല്ല് ഒരു സ്ഥലത്തിരിക്കുന്നു, വേറൊരു കല്ല് വേറൊരു സ്ഥലത്തിരിക്കുന്നു, അതിന് പ്രത്യേകിച്ച് ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാനോ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അവരെങ്ങനെയായിരിക്കണം, തമ്മിലുള്ള ബന്ധത്തിൽ അവരെങ്ങനെയായിരിക്കണം എന്നത് പറഞ്ഞു കൊടുക്കാനോ പറയാനോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനാലജിയാണ്. ഇനി രാജാവും പ്രജയെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അകൽച്ചയുണ്ട്. ഈ കുടുംബത്തിലെ അച്ഛനും മക്കളും എന്ന് പറയുമ്പോൾ വളരെ അടുപ്പുണ്ടെങ്കിലും അതിനകത്തുമുണ്ട് ഒരു അകൽച്ച. എന്നാൽ ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ അകൽച്ച തീരെ കുറവാണ്. ഒരേ ശരീരമാണ്. ആ ശരീരത്തിൽ മുഴുവൻ വ്യാപരിക്കുന്ന ജീവൻ ഒന്നാണ്. ആ ശരീരത്തിലെ ഓരോ സെല്ലിലും വ്യാപരിക്കുന്ന DNA ഒന്നാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഈ ദൈവാലയം, ഈ ദൈവസഭ എന്ന് പൗലോസ് വിശേഷിപ്പിക്കുമ്പോൾ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സഭയിലുള്ള ഓരോ അവയവവും ഓരോ സെല്ലും അത് ഒരേ ജീവൻ വ്യാപരിക്കുന്ന സെല്ലാണ് എന്ന് മാത്രമല്ല, ഓരോ സെല്ലിനും ഒരേ DNA ആണുള്ളത്. ആ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ സെല്ലുകളിലും വ്യാപരിക്കുന്ന അതേ DNA റെപ്ലിക്കയാണ് ആ സെല്ലിനകത്തുള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ സെല്ലും കണക്റ്റഡാണ്, ഒരുമിച്ച് പ്രവർത്തിക്കാൻ ക്ഷമതയുള്ളവരാണ്, ഒന്നിച്ച് നിൽക്കുന്നവരാണ്, ഐക്യതയോടെ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനം തെറ്റിപ്പോവും. എന്ന് മാത്രമല്ല, സ്വേച്ഛ അന്വേഷിക്കുന്നവരല്ല. ഏതെങ്കിലും സെല്ലുകൾ കൂട്ടത്തോടെ സ്വേച്ഛ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ട്യൂമർ, ക്യാൻസർ, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ആയി മാറും. അവരെല്ലാവരും